നമസ്കാരം. ദ ലോ പോയിന്റ് അഥവാ നീതിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പതിപോലെ നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി അഡ്വക്കേറ്റ് ബിനോയ് ശശിയാണ്. കേരള ഹൈക്കോടതി അഭിഭാഷകനും ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ് ബിനോയ് ശശി ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെന്ററിന്റെ ലീഗൽ കൗൺസിലർ കൂടിയാണ്. ഒപ്പം ദുബായ് ഗവൺമെന്റിന്റെ ലീഗൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ലീഗൽ കൺസൾട്ടൻസി ലൈസൻസ് ഹോൾഡർ കൂടിയാണ്. അഡ്വക്കേറ്റ്, വെൽക്കം ടു ദ ഷോ. ഒപ്പം പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്കായി നമ്മുടെ ലോ പോയിന്റിന്റെ സമയത്തിൽ ഈ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഇനി മുതൽ എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 3:30 മുതൽ 4 മണി വരെയാണ് ലോ പോയിന്റ് ഉണ്ടാവുക. പ്രേക്ഷകർക്ക് ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. 0529611333 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഒപ്പം 3537 എന്ന SMS നമ്പറിലേക്ക് SMS അയച്ചും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇന്ന് ശരിക്ക് പുതിയൊരു അധ്യായം തന്നെ, നമ്മളൊരു പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കാരണം ഓൾമോസ്റ്റ് ഒരു വർഷത്തിൽ മേലെയായി ലോ പോയിന്റ് നമ്മൾ വളരെയധികം പ്രശംസ പിടിച്ചു പറ്റിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു സെക്കൻഡ് സെഗ്മെന്റിലേക്ക് കടക്കുന്ന പോലെയാണ്. കാരണം ഇത്രയും വർഷത്തെ നീണ്ട അഭിഭാഷക പരിചയത്തിൽ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് കേസുകളിലൂടെയൊക്കെ അഡ്വക്കേറ്റ് കടന്നു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ തന്നെ നിരവധി കേസുകൾ ഇതിനകം ഏറ്റവും പ്രശസ്തമായ നിരവധി കേസുകളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകരോട് ഈ കൈകാര്യം ചെയ്ത കേസുകൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണെങ്കിൽ ഇനി ഇത്തരത്തിൽ കേസുകളിൽ വന്ന് പെട്ടുപോകാതിരിക്കാനും, അല്ലെങ്കിൽ കേസുകളിൽ പെട്ടാൽ തന്നെ എന്തൊക്കെയാണ് നമ്മൾ ആരെയൊക്കെയാണ് കാണേണ്ടത്, എവിടെയാണ് സമീപിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ പ്രേക്ഷകർക്ക് ഒരു ഐഡിയ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ആദ്യമായി എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ഇന്ന് പറയുന്ന മുമ്പേ എനിക്ക് പറയേണ്ടത്, ഇവിടുത്തെ ദുബായ് UAE നിയമം അനുസരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരു അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അല്ലെങ്കിൽ തന്നെ ഒരു അഡ്വക്കേറ്റ്സിന് ഒരിക്കലും കേസിൻ്റെ എത്തിക്സ് പ്രകാരം, നമ്മുടെ കോഡ് ഓഫ് കണ്ടക്ട് പ്രകാരം ലൈസൻസ്ഡ് ലോയേഴ്സിനൊന്നും കേസ് ഒന്നും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അതൊരു വ്യക്തിയുടെ ഒരു പ്രൈവസി ആണത്. കാരണം ലോയേഴ്സും പ്രത്യേകിച്ച് അതുപോലെ ഡോക്ടേഴ്സും അവരവരുടെ ആരാണ് ക്ലയൻസ് എന്നോ എന്ത് മാറ്റർ ആണെന്നോ എന്നുള്ളത് ലോയർ മാത്രമേ അറിയാവൂ. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് അവർ ശരിക്കും അവരുടെ വീട്ടിൽ പോയിട്ട് വൈഫിൻ്റെ അടുത്ത് പോലും ഡിസ്കസ് ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മുടെ കോഡ് ഓഫ് കണ്ടക്ട്. അതുപോലെ തന്നെയാണ് UAE-യിലും ഇവിടുത്തെ നിയമവും ഒരിക്കലും പബ്ലിഷ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എനിക്ക് ഈ കേസുകളിൽ ഒരുപാട് പരിമിതികളുണ്ട്. എനിക്ക് ഈ കാര്യം ഇങ്ങനെ ഒരു എപ്പിസോഡിൽ, എന്നാൽ ഈ സമയത്ത് തന്നെ എനിക്ക് പ്രേക്ഷകർക്ക് നമുക്ക് ഓരോ കേസിൻ്റെ അനുഭവങ്ങളും എല്ലാവരെയും നമുക്കത് അവയർനെസ് തരണം എന്നുള്ള നമുക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇവിടെ വാദിയെ ഞാൻ A എന്നും പ്രതിയെ ഞാൻ B എന്നും പറയും. അപ്പോൾ നിങ്ങൾ A എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ആൾക്കാർ അത് കേസ് കൊടുത്ത ആളെന്നും, B എന്ന് പറഞ്ഞ ആൾ നിങ്ങൾ കേസ് ഓപ്പോസിറ്റ് പാർട്ടിയാണെന്നും നിങ്ങൾ ഊഹിച്ചോളണം. പിന്നെ കേസിൻ്റെ ഇൻസിഡൻസോ സ്ഥലമോ അല്ലെങ്കിൽ കേസിനെ കൂട്ടുള്ള ആൾക്കാരുടെ ബാക്കി ഒന്നും പറയത്തില്ല. പക്ഷേ കേസിൻ്റെ മെറിറ്റും അതിൻ്റെ ഫാക്ട്സും ഞാൻ പറയാം. അത് ഓരോ കേസ് ടു ബൈ കേസിന് പറയാം. അപ്പോൾ അത് വളരെ അത് നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് ഈ നിയമം ഒരുപാട് പ്രശ്നം ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ദുബായ് UAE-ൽ അതിൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായിട്ടുള്ളത്, നമുക്ക് നിയമം അറിഞ്ഞുകൂടാത്ത കൊണ്ട് വന്ന അബദ്ധങ്ങളാണ് കൂടുതലും. ആരും അറിഞ്ഞുകൊണ്ട് ഇവിടെ ക്രൈം ചെന്നിട്ട് ഒരു ലീഗൽ മാറ്റേഴ്സിൽ ആരും ചെന്ന് പെടാറില്ല, അറിഞ്ഞിട്ട് ആരും പോകത്തില്ലല്ലോ. പക്ഷേ അറിയാതെ വന്ന് പെടുമ്പം അതിനർത്ഥം നമുക്ക് നിയമം അറിഞ്ഞുകൂടാ. അതാണ് നമ്മളതിൻ്റെ ഒരു വശം. നിയമത്തിൽ നിയമം അറിഞ്ഞുകൂടാ എന്ന് പറയുന്നൊരു എക്സ്ക്യൂസ് അല്ല. ഒരിക്കലും അതൊരു ഡിഫൻസ് ആയിട്ടോ ഒരു കോടതിയും ഒരിടത്തും എടുക്കത്തില്ല. നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്ന് പറയുന്നത് നമ്മളെ ഒരു ഡിഫൻസ് അല്ലാത്തതുകൊണ്ട് ഈ പറ്റിയ അബദ്ധം അത് നിയമത്തിൽ കൂടെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യം മാത്രമേ പിന്നെ ഒരു അഭിഭാഷകൻ എന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ അകത്ത് സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അതിൽ ഒരുപാട് സങ്കീർണതകൾ വരും. അതിൻ്റെ എവിഡൻസ്, പിന്നെ അതിൻ്റെ ഫാക്ട്സ് പ്രൂവ് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഒരുപാട്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഒരു ജനറൽ അവയർനെസ് നമ്മൾക്ക് കക്ഷികൾക്ക് ഉണ്ടായാൽ അറ്റ്ലീസ്റ്റ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ആ കേസ് നമുക്ക് അതിൽ രക്ഷപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ അഥവാ തന്നെ കേസ് ഉണ്ടായാലും നമുക്ക് കോടതിയിൽ ഡിഫെൻഡ് ചെയ്യാനും ആ കോടതിയിൽ അല്ലെങ്കിൽ വാദിക്കാനും നമുക്ക് ഇതെടുക്കാനുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മളതിൽ കാണും. അപ്പോൾ കേസ് നീതി കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാരണങ്ങൾ, ബേസിക്കായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഓരോ കാര്യത്തിൽ ഇറങ്ങുമ്പോഴും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അഥവാ നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ ശരിക്കും അതിൻ്റെ അതോറിറ്റീസിൻ്റെ അടുത്ത്, ആൾക്കാരുടെ അടുത്ത് പോയി, ലോയേഴ്സിൻ്റെ അടുത്ത് പോയി അതിൽ നിന്ന് ഒപ്പീനിയൻ വാങ്ങിച്ചിരിക്കണം.
എന്നിട്ട് മാത്രമേ നമ്മൾ ആ ഒരു സംരംഭത്തിലായാലും നമ്മൾ എന്ത് ഇറങ്ങാവും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ജോലിക്ക് തന്നെ നമ്മൾ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ജോലി കമ്പനി പോകണമെങ്കിൽ ആദ്യം തരുന്ന ഓഫർ ലെറ്റർ ആയിരിക്കും. ഈ ഓഫർ ലെറ്ററിൽ വരെ ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ജോലിയാണ് ശരി, നമ്മൾ ആവശ്യമാണ്, നമുക്ക് വേറെ ബാർഗെയിൻ ചെയ്യാൻ നമുക്ക് റൈറ്റ് ഇല്ല, അതിനുള്ള പവറില്ല, അതിനുള്ള അവസരമില്ല. എങ്കിലും നമുക്ക് ഒരു വായിച്ചു കഴിയുമ്പോൾ അതിലൊരു അൺറീസണബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്ലാസ്സോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അവിടെ അത് ഒപ്പിട്ട് കൊടുക്കാൻ പാടില്ല. കാരണം ഒരു ജോലിയല്ലേ, നമുക്ക് അടുത്ത ജോലി കിട്ടും. പക്ഷേ ഒരു ജോലി കയറിയിട്ട് പിന്നെ അവിടെ പെട്ട് നമ്മളെ ലൈഫ് മുഴുക്കുക കോടതിയും കേസായിട്ട് പോകണൊക്കെ എത്രയോ ഭേദമല്ലേ നമ്മൾ 1-2 മാസം ചിലപ്പോൾ നമ്മുടെ ജോലിക്ക് വേണ്ടി വീണ്ടും സെർച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഒരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ നമ്മളിപ്പോൾ എന്താണ് ബിസിനസ്, നമുക്ക് ബിസിനസ്സിനെ അറിയാമോ, ഈ ബിസിനസ് എക്സിസ്റ്റിംഗ് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് വേണം, ഈ ബിസിനസ്സിനെ കൊണ്ട് എന്തൊക്കെ നിയമത്തിൽ എന്തൊക്കെയാണ് ഇവിടുത്തെ റൂൾസ്, ഇങ്ങനെയുള്ള ഒരു പ്രൈമറി ഒരു വെരിഫിക്കേഷൻ, പ്രൈമറി ഒരു അവയർനെസ് നമ്മൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്തതിന് മാത്രമേ അവിടെ കൊണ്ടുപോയി നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാവൂ. ഇതിനു വേണ്ടി ഇപ്പം എല്ലാ സ്ഥലത്തും നമുക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ എംബസി പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് അറിയാൻ പറ്റും. അല്ല നമുക്കിപ്പോൾ NDVയിൽ വന്നല്ലേ ഹെൽപ്പ് ലൈൻ വന്നു കഴിഞ്ഞാൽ ഹെൽപ്പ് ലൈനിൽ നിന്ന് നമുക്ക് കിട്ടും. ഒരുപാട് സ്ഥലങ്ങളിൽ ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ ആയിരിക്കും പ്രൊവൈഡ് കിട്ടുന്നുണ്ട്. അത് വിത്ത് ദി അതോറിറ്റി. മൂന്നാമത് നമ്മളൊരു വേറെ രാജ്യത്ത് പോവുക, ഇവിടെ നിന്നിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വേറെ രാജ്യത്ത് ഇങ്ങോട്ട് വരികയാണ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള നമ്മൾ ജീവിതത്തിൽ എപ്പോഴും നമ്മളിങ്ങനെ തൊട്ടും നമ്മൾ അറിഞ്ഞും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ദൈനംദിന പ്രശ്നങ്ങളിൽ വരുമ്പം നമുക്ക് നിയമത്തിൻ്റെ പ്രശ്നം തരുമ്പോൾ ബുദ്ധിമുട്ടായി മാറുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് അറിഞ്ഞു ചെയ്യാൻ പറ്റത്തില്ല, എല്ലാം നമുക്ക് പഠിക്കാനും പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഒന്ന് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മളതൊരു അവയർനെസ് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ അതിൽ നമുക്ക് കുറച്ച് നമുക്ക് ഒഴിഞ്ഞു നിൽക്കാനോ അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെട്ടു പോകാനോ പറ്റും. ഒരു ഉദാഹരണത്തിൽ ഇപ്പം ഞാനിപ്പോൾ ഒരു അടുത്ത കാലത്ത് ഉള്ള ഒരു ചെയ്തുകൊണ്ടിരുന്നൊരു കേസ്, അതായത് ഒരാൾ ഒരു കട നടത്തിക്കൊണ്ടിരിക്കുക. അതൊരു സോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റാണ്. സോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടത്തിയ സമയത്ത് അവിടെ നമ്മളൊരു അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുക. പുള്ളി പറഞ്ഞു ഇത് എൻ്റെ കടയാണ്, ഞാനാണ് കട ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, കംപ്ലീറ്റ് ഞാനാണ് എൻ്റെ ആൾ, നീ ഇങ്ങനെ വേണമെങ്കിൽ എൻ്റെ കൂടെ പാർട്ണർഷിപ്പ് കഴിക്കോ, നിനക്ക് കൊണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഷെയർ തരാം, 50-50 ഷെയർ തരാം, നീ കയറിക്കാന്ന് പറഞ്ഞ് ഇയാൾ അറിയാം, നാട്ടിലും അറിയാം, ഇവിടെ അറിയാം, കട അറിയാം. പിന്നെ അപ്പോൾ പറഞ്ഞ് കാര്യം ചെയ്യും, എനിക്ക് ഇത്ര രൂപ കൊണ്ടുതാ എന്ന് പറഞ്ഞാൽ അത്രയും രൂപ കൊണ്ടു കൊടുത്തു. അപ്പോഴേക്കും പറഞ്ഞ എഗ്രിമെൻറ്റ് നമുക്കുണ്ടാക്കാം, നീ ഈ പൈസ ഇത്രാം തീയതി ഇവർ തരുന്നു, ഈ കടയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഈ കടകളിൽ നമുക്ക് പാർട്ണർഷിപ്പ് 50-50 നാളെ മുതൽ നിനക്ക് ഇവിടെ നിന്നിരിക്കാം, നീ ഇവിടെ മാനേജ് ചെയ്യാം, നീ ക്യാഷിലിരിക്കും, ഞാനും നോക്കിയോളാം, നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാമെന്ന് ലാഭം ശരിയാന്ന് പറഞ്ഞു. ഇദ്ദേഹം എന്ത് ചെയ്തു, പോയിട്ട് ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കി. ടൈപ്പ് സെൻറ്ററിൽ പോയി, ഇയാളുടെ പേരും അഡ്രസ് പാസ്വേഡ് കോപ്പിയെല്ലാം കൊടുത്തു. അവർ കണ്ടീഷൻ പറഞ്ഞ കണ്ടീഷൻസ് വെച്ചു. ഇയാൾ എല്ലാ കണ്ടീഷൻ അതിൽ എഗ്രി ചെയ്ത് എല്ലാ കണ്ടീഷനിൽ എഗ്രി ആയി. ഇദ്ദേഹത്തിന് 50,000 രൂപ ക്യാഷ് കൊടുത്തു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എനിക്ക് ക്യാഷ് ഇവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഇനി NRI അക്കൗണ്ടിലാണ്, നാട്ടിലാണ്. അപ്പോൾ ഇദ്ദേഹം കാര്യം ചെയ്ത് നീ നാട്ടിൽ കൊടുത്താൽ മതി, ആ പൈസ കീക്കില്ലാണ്ട് വേണമെങ്കിൽ ഞാനിവിടെ റിസീവ് ചെയ്തതായിട്ട് ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ പൈസ നാട്ടിൽ കൊടുത്തു. ഇദ്ദേഹം ഇവിടെ ഒപ്പിട്ട് കൊടുത്തു. ഈ കടയിൽ ഇദ്ദേഹം വന്നിരുന്നിട്ട് 1 മാസം ഇങ്ങനെ കൂടെ ജോലി ചെയ്തു. ആ 1 മാസം എത്രയാണ് ക്യാഷ് വന്നതിൻ്റെ പകുതി ഇദ്ദേഹത്തിന് കൊടുത്തു. വളരെ സന്തോഷമായിട്ട് പുള്ളി ഹാപ്പിയായി. കാരണം ശ്രമിച്ചു, ഇപ്പോൾ ഞാൻ നാട്ടിൽ പോകണം, ലീവിന് പോകണം, ഞാൻ അടുത്ത മാസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. ഇദ്ദേഹം നാട്ടിൽ പോയി 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ സ്പോൺസർ വന്നു. നീ ആരാന്ന് ചോദിച്ചു. അത് ഞാൻ എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ നിങ്ങളുടെ പാർട്ണറാണ്. അത് ചോദിച്ചു, ഞാനറിയാതെ പാർട്ണർ എവിടെ, ഇതെൻ്റെ കടയാണ്, നീ എന്തുകൊണ്ട് ഇരിക്കുക എന്താ ചോദിച്ചു. അത് ഞാൻ ഇങ്ങനെയാണ് നമുക്ക് കാര്യം പറഞ്ഞു. ഇത് കഥയൊന്നും എനിക്ക് കേൾക്കണ്ട, ഇത് ഇന്ന ആൾ, ഇത് എൻ്റെ കട, ഇത് എൻ്റെ അടുത്ത സ്റ്റാഫ് ഒരുത്ത ലീവിന് പോയി കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ട് വേറെ സ്റ്റാഫുണ്ട്, അവൻ വന്നിരിക്കും, അവനെ കൊണ്ടുവന്ന് അവിടെ ഇരിക്കാൻ സമയം. അതുകൊണ്ട് ഇയാളില്ല, ഞാൻ പേപ്പർ കാണിച്ചു, ഇത് എൻ്റെ കടയാണ് എന്ന് പറഞ്ഞ് പേപ്പർ കാണിച്ചു. ആൾ പറഞ്ഞ് പേപ്പർ എടുത്ത് കളഞ്ഞാൽ നീ ഇറങ്ങി പോകാൻ പറഞ്ഞു. അവിടെ ഇയാൾ മറ്റേ ആളെ വിളിച്ചു, ഇദ്ദേഹത്തിന് നാട്ടിൽ വിളിച്ചു. ഇങ്ങനെയാണ് അവ കാര്യം. ഞാനൊരു കാര്യം ചെയ്ത് തൽക്കാലം നീ ഇപ്പോൾ 1 മാസം നീ വരണ്ട, നിന്നെ ആർപ്പിക്ക് ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി, നീ കാര്യം ചെയ്യ്, 1 മാസം കഴിഞ്ഞ് വാ, നമുക്ക് ഒന്നിച്ചിരിക്കാൻ തോന്നുന്നുണ്ട്. ഇദ്ദേഹം 1 മാസം കഴിഞ്ഞ് ഇദ്ദേഹം പോയി. ഇയാൾ കട വിട്ട്, ഇയാൾ ടെർമിനേഷൻ ചെയ്ത് നോട്ടീസും കൊടുത്ത് ലാസ്റ്റ് പോണ വഴിക്ക് ഇദ്ദേഹത്തിൻ്റെ പൈസ വെച്ചിട്ട് പോയതാണ്. ഈ നോട്ടീസ് പീരീഡിലാണ് ഇദ്ദേഹം, ഈ നോട്ടീസ് പീരീഡിലാണ് അതായത് ഇതൊരു സോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റാണ്. ഈ സോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ലോക്കൽ സ്പോൺസറാണ് അതോറിറ്റി, അതിൻ്റെ ഓണർ. ലോക്കൽ സ്പോൺസർക്ക് മാത്രമേ ഇതിനകത്ത് ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനും
കട നടത്താൻ അധികാരമുള്ളൂ. ഈ ലോക്കൽ സ്പോൺസർ ചില സമയത്ത് ഏതെങ്കിലും ഒരു മാനേജർ, ഒരാളെ എംപ്ലോയി വെച്ചിട്ട് മാനേജറാക്കി ഇരുത്തിയിട്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ പവർ ഓഫ് അറ്റോർണി കൊടുക്കും, ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനും ബാങ്ക് അക്കൗണ്ട് റിസീവ് ചെയ്യാനും പൈസ എടുക്കാനും. എന്ന് പറയുമ്പോൾ അത് ഒരു അറേഞ്ച്മെൻറ്റാണ്. അത് കഴിഞ്ഞാൽ ഈ ചെക്ക് ബുക്കൊക്കെ ഈ ലോക്കൽ സ്പോൺസർ കയ്യിലായിരിക്കും. എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് പവർ ഓഫ് അറ്റോർണി ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്ത വ്യത്യാസം മുതൽ ഇദ്ദേഹത്തിന് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇദ്ദേഹത്തിന് ഒരു ലേബർ കാർഡ് ഇഷ്യൂ ചെയ്യും. ആ ലേബർ കാർഡ് പ്രകാരം ലേബർ കാർഡിൽ പറഞ്ഞാൽ സാലറി ഇദ്ദേഹത്തിന് കിട്ടും. ഇദ്ദേഹം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് എന്തായാലും പുള്ളി പോയി കഴിക്കണം, ഞാൻ എന്തായാലും ഇപ്പോൾ കട മതിയാക്കി ഇതൊക്കെ ജോലി കഴിഞ്ഞു മതിയാക്കി പോവുകയാണ്. പോണ വഴിക്ക് എവിടെന്നെങ്കിലും ആരെങ്കിലുമൊക്കെ വരണമെങ്കിൽ കിട്ടുന്ന പൈസ വലിയ എമൗണ്ട് കിട്ടിയല്ലോ, അതും കൊണ്ടങ്ങ് പോകാം. ശരിക്കും ഈ എക്ക് ഇത് പർപ്പസ്ഫുള്ളി ആയിട്ട് ഇദ്ദേഹത്തിനെ ചീറ്റ് ചെയ്യണമെന്നുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം പ്ലാൻ ചെയ്തു, അതുപോലെ ചെയ്തു. ബിക്ക് ഇവിടെ നിയമം അറിഞ്ഞുകൂടാത്തതിൻ്റെ പേരിലാണ് ബിക്ക് ഇവിടെ പണം നഷ്ടപ്പെട്ടത്. കാരണം ഈ പണം ഈടാക്കാൻ നിയമപരമായിട്ട് പണം ഈടാക്കാൻ പറ്റത്തില്ല. കാരണം കോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ ആരാണ് ഒപ്പിട്ട് കൊടുത്ത വ്യക്തിക്കെതിരെ സിവിൽ കേസ് ഫയൽ ചെയ്യാൻ പറ്റും. കാരണം കോൺട്രാക്റ്റ് ഉണ്ട്. സിവിൽ കേസ് ഫയൽ ചെയ്യുമ്പോൾ സിവിൽ കേസ് കോടതി ഇദ്ദേഹത്തിന് വിധി പറയുന്ന എക്സിക്യൂഷൻ വരുമ്പം ഈ സോളോ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ അറ്റാച്ച്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം സോളോ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ഒരു എംപ്ലോയിയാണ് ഒപ്പിട്ട് കൊടുത്തേക്കുന്നത്. ഒരു എംപ്ലോയി എന്ന് പറഞ്ഞാൽ അത് പേഴ്സണൽ ലയബിലിറ്റിയാണ്. അതൊരിക്കലും കടയുടെ പാർട്ണറോ അല്ലെങ്കിൽ കടയുടെ LLC ആണെങ്കിൽ പാർട്ണർ ഒപ്പിട്ട് വെച്ചാൽ ആ പാർട്ണർ അസറ്റ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് സോളോ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആയതുകൊണ്ട് ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടത്തുമ്പം എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടത്തുന്ന പിന്നെ ലോക്കൽ സ്പോൺസർ പവർ ഓഫ് അറ്റോർണി ക്യാൻസൽ ചെയ്തതിന് ശേഷം ഈ നടത്തുന്ന മാനേജർ ഒപ്പിട്ട് കൊടുക്കുന്ന സാധനങ്ങൾക്കൊന്നും ഈ കട സ്പോൺസറോ നിയമപരമായിട്ട് ബാധ്യതയില്ല. അപ്പോൾ കോടതി എന്ത് പറഞ്ഞു? ഇദ്ദേഹത്തിന് മാക്സിമം പോയി കഴിഞ്ഞാൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു. ഈ പറഞ്ഞ എയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു. എക്ക് ഇവിടെ വരേണ്ട കാര്യമില്ല. 10-20 വർഷം അവിടെ വർക്ക് ചെയ്ത് ജോലി മതിയാക്കി തീർത്ത് പോയതാണ്. പുള്ളിക്ക് വേണ്ടി വന്ന് ബ്ലാക്ക് ലിസ്റ്റ് ആയാലും അല്ലെങ്കിലും ഇദ്ദേഹം സംബന്ധിച്ചോളം ആകെ നഷ്ടപ്പെടാനില്ല. അതേസമയം ഈ ഇൻവെസ്റ്റ് ചെയ്ത ബി ജീവിതകാലം മുഴുക്ക ഇവിടെ ജോലി ചെയ്ത പൈസയാണ് കൊടുത്തത്. കാരണം ബി വിചാരിച്ചു എനിക്കിപ്പോൾ ജോലി കഴിഞ്ഞു, അടുത്ത വർഷം മുതൽ എനിക്കിവിടെ 10 വർഷം കൂടെ നിൽക്കണം, ഒരു കടയിൽ പാർട്ണറാകുമ്പോൾ നിൽക്കാൻ പറ്റും, അപ്പോൾ എനിക്കിപ്പോൾ ഇവിടുന്ന് വരുമാനം കിട്ടും, ഇതുള്ള പൈസയ്ക്ക് ഒരു ബിസിനസ്സുമായി കട അന്വേഷിച്ച് പോകണമെന്ന് എളുപ്പമായി എന്ന് വെച്ചിട്ട്. അപ്പോൾ അതായത് ഒരു ബി എന്നുള്ള വ്യക്തി 30 വർഷം ജോലി അല്ലെങ്കിൽ 20 വർഷം ജോലി ചെയ്ത പൈസ മൊത്തം നഷ്ടപ്പെടുകയും എ എന്നുള്ള വ്യക്തി ഇവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരിക്കലും ഇവിടുത്തെ സിവിൽ നിയമം അനുസരിച്ചിട്ട് നമുക്ക് റിക്കവറി ചെയ്യാനേ പറ്റുള്ളൂ. ഇവിടുത്തെ കോർട്ടിലുള്ള ഉദ്ദേശം അനുസരിച്ചിട്ട് നമുക്ക് എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫർദർ എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആർബിട്രേഷന് പോകാനോ അല്ലെങ്കിൽ നാട്ടിൽ പോയിട്ട് നമുക്ക് കോർട്ടിൽ പോയിട്ട് സിവിൽ കേസ് ഫോറിൻ ജഡ്ജ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻസ് അപ്പോൾ അതായത് കോൺട്രാക്റ്റിൽ നമുക്ക് കാര്യങ്ങൾ വേണം. 1. 2, എസ്റ്റാബ്ലിഷ്മെൻറ്റ് നമുക്ക് സോൾ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണോ LLC ആണോ എന്നുള്ളത് നമ്മൾ അതിൻ്റെ നിയമം വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ അബദ്ധം പറ്റിയതുപോലെ പലർക്കും അബദ്ധം പറ്റാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കുറച്ചും കൂടി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അതിന് മുൻപ് ചെറിയൊരു ഇടവേള ആവശ്യമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ലോ പോയിന്റ് അഥവാ നീതി വീണ്ടും തുടരും.